ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എൻട്രി. പുതിയ ചില ഫോഴ്സ് ലെവൽ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ പലരും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല, കാരണം അതൊക്കെ NCA നോട്ടിഫിക്കേഷനുകളാണ്. പക്ഷേ അതിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പല കാറ്റഗറികളിലും പെട്ടവർ നിങ്ങളുടെ ഇടയിലുണ്ടാകും. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അവസരം വെറുതെ നമ്മൾ പാഴാക്കി കളയരുത്. എപ്പോഴും പറയാറുള്ളത് പോലെ ധാരാളം ഒഴിവുകൾ വേണമെന്ന് യാതൊരു നിർബന്ധങ്ങളുമില്ല. നമ്മൾക്ക് വിജയിക്കാൻ വളരെ തുച്ഛമായ ഒഴിവുകൾ മാത്രം മതി, നമ്മൾ അതിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് PSC ഈ അടുത്തിടയ്ക്ക് വിളിച്ചിട്ടുള്ള ചില NCA നോട്ടിഫിക്കേഷനുകളെ പറ്റിയാണ്. നമ്മളൊരു ജനറൽ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ, ജനറൽ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും അറിയും. NCA നോട്ടിഫിക്കേഷൻ അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ PSC പ്രൊഫൈലിൽ തന്നെ കയറി നോക്കണം. അതിന് നമ്മൾ ആരും മെനക്കെടാറുമില്ല, അല്ലേ? ഇതുപോലെ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നു എന്ന് എവിടെങ്കിലും കേൾക്കുമ്പോൾ, ഏതെങ്കിലും ഇതുപോലെയുള്ള യൂട്യൂബിൽ ഏതെങ്കിലും ചാനൽ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പത്രത്തിൽ എവിടെയെങ്കിലും അറിയുമ്പോൾ, തൊഴിൽ വാർത്തയിലോ തൊഴിൽ വീതിയിലോ ഒക്കെ അറിയുമ്പോൾ, അല്ലെ ഏതെങ്കിലും പബ്ലിക്കേഷൻസിൽ അറിയുമ്പോഴാണ് നിങ്ങൾ പലരും ആ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ പ്രൊഫൈലിൽ കയറി നോക്കി ഇടയ്ക്കിടയ്ക്ക് കയറി വിസിറ്റ് ചെയ്യുന്ന അധികം ആരും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ വേരിയസ് NCA നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ പലതിൻ്റെയും അപേക്ഷാ തീയതി എന്ന് പറയുന്നത് ഈ ഒക്ടോബർ തുടക്കങ്ങളിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ PSC വിളിച്ചിട്ടുള്ള വേരിയസ് ഈ NCA നോട്ടിഫിക്കേഷൻ ഒക്കെ ഫോഴ്സ് ലെവൽ പരീക്ഷകളാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വിവിധ ഫോഴ്സ് പരീക്ഷകൾ, ഫോഴ്സ് തസ്തികകളിലേക്ക് വേണ്ടിയിട്ടാണ് ഈ NCA നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. അതിൽ ഒരെണ്ണം സ്റ്റേറ്റ് വൈഡും മറ്റുള്ളതെല്ലാം ജില്ലാ അടിസ്ഥാനത്തിലുള്ളതുമാണ് എന്ന് മനസ്സിലാക്കുക. അതിനു മുമ്പ് എന്താണ് NCA നോട്ടിഫിക്കേഷൻ എന്ന് പറയാം. അതായത് നിലവിലിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നമുക്കറിയാമല്ലോ എന്താണ് കാസ്റ്റ് റിസർവേഷൻ, കമ്മ്യൂണിറ്റി റിസർവേഷൻസ് നമുക്ക് PSCയിലുണ്ട്. അപ്പോൾ എല്ലാ കമ്മ്യൂണിറ്റികൾക്കും വേണ്ടി റിസർവ് ചെയ്യപ്പെട്ട വേക്കൻസികളും ഉണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരു നിശ്ചിത കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആ കാൻഡിഡേറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുതിയ നോട്ടിഫിക്കേഷൻ കൊണ്ടുവരും. അതാണ് NCA നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നോ കാൻഡിഡേറ്റ് അവൈലബിൾ എന്നുള്ള രീതിയിലാണ് എന്ത് വരുന്നത്? NCA നോട്ടിഫിക്കേഷൻസ് വരുന്നത്. അതായത് ആ പോസ്റ്റിന് നിലവിലിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ആ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ അവരെ വീണ്ടും ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ NCA നോട്ടിഫിക്കേഷൻസ് PSC നമുക്ക് തരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. അതാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ എന്ന് പറയുന്നത്. ഓൾറെഡി ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്ക് വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് പോയി നോക്കാം. അത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇത് NCA ആണ്. ആ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് NCA ഒരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ആംഗ്ലോ ഇന്ത്യൻ ലാറ്റിൻ കാത്തലിക് വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിലിന്റെ ഒരു NCA നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രാങ്ക്ലോ ഇന്ത്യൻ ആൻഡ് ലാറ്റിൻ കാത്തലിക് ആ ഒരു വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി PSCയുടെ പ്രൊഫൈലിൽ പോയിട്ട് തെരഞ്ഞു പിടിക്കാനൊന്നും നിൽക്കണ്ട. കാറ്റഗറി നമ്പർ നിങ്ങൾ ഈ ഒരു വിഭാഗത്തിൽ പെട്ടവരാണ്, കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണെങ്കിൽ കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. PSCയുടെ പ്രൊഫൈലിൽ പോയിട്ട് കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 316/2025 ആണ് എന്തിൻ്റെത്? അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ ഫോർ NCA ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 3 ആണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 3 ആണ്. പെട്ടെന്ന് തന്നെ പോയി അപേക്ഷിച്ചോളുക. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് സംസ്ഥാന തലത്തിൽ വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ളതെല്ലാം ജില്ലാ തലത്തിലാണ്. ഈ ജില്ലാ തലത്തിൽ വന്നതിനകത്ത് സിവിൽ പോലീസ് ഓഫീസർ ഉണ്ട്, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറും വരുന്നുണ്ട്, ഫോഴ്സ് ലെവൽ പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്ട്രിക്ട് വൈസിൽ ആദ്യം വന്നിട്ടുള്ളത് എറണാകുളം കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ്. എറണാകുളം കാസർഗോഡ് ജില്ലകളിലേക്ക് SCCC, അതായത് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ട ആൾക്കാർ. SCCC എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറയും. SC വിഭാഗത്തിൽ പെട്ടവര് ക്രിസ്ത്യൻ മതത്തിലേക്ക് പിന്നീട് കൺവേർട്ട് ചെയ്യപ്പെട്ടവരുണ്ടാകും. അവരാണ് SCCC എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടവർക്ക് എറണാകുളം കാസർഗോഡ് ജില്ലകളിലേക്ക് ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിളിന് വേണ്ടി അപേക്ഷിക്കാം. ആംഡ് പോലീസ് ബറ്റാലിയനിലാണ് പോസ്റ്റിംഗ് വരുന്നത്. പോലീസ് കോൺസ്റ്റബിൾ ആണ് പോസ്റ്റ്. എറണാകുളം കാസർഗോഡ് ജില്ലകളിൽ അപേക്ഷിക്കാം.
SCCC കാറ്റഗറിയിൽ പെട്ടവർക്ക്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 339/2025 ആണ്. ഇതിനും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 3 ആണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 3 ആണ്, മറന്നു പോകരുത്. ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ആണ്. എക്സൈസ് വകുപ്പില് സിവിൽ എക്സൈസ് ഓഫീസർ ആണ്. അതും ഈ പറഞ്ഞ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി SCCC. കോട്ടയം കാസർഗോഡ് ജില്ലകളിലേക്ക്. എവിടത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്? കോട്ടയം കാസർഗോഡ് ജില്ലകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് സിവിൽ എക്സൈസ് ഓഫീസർ. അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 340/2025 ആണ്. അവിടെയും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 3 ആണ്, ഓർത്തു വെച്ചോളുക. അങ്ങനെയാണെങ്കിൽ അടുത്തത് സിവിൽ എക്സൈസ് ഓഫീസർ വിശ്വകർമ്മയ്ക്കാണ്. വിശ്വകർമ്മ വിഭാഗത്തിൽ പെട്ടവർക്ക് സിവിൽ എക്സൈസ് ഓഫീസർ വിളിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. കാറ്റഗറി നമ്പർ വരുന്നത് 341/2025. ഓർക്കുക, വിശ്വകർമ്മ വിഭാഗക്കാർക്കാണ്. അവിടെയും അപേക്ഷയുടെ അവസാന തീയതി 3/10/2025 ഒക്ടോബർ 3 തന്നെയാണ്. ഇനി അടുത്തതാണ് സിവിൽ എക്സൈസ് ഓഫീസർ വുമൻ, WCEO എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ LC ആയിരിക്കണം, അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ ആയിരിക്കണം. ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലേക്കാണ് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്ക് NCA നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 342/2025 എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അവിടെയും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 3 ആണ്. മറക്കണ്ട, തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലേക്ക് ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗക്കാർക്കാണ് കേട്ടോ. അടുത്തത് ധീവര കമ്മ്യൂണിറ്റിയിൽ പെട്ടവർക്ക് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ വന്നിട്ടുണ്ട്. അത് പത്തനംതിട്ട ജില്ലയിലേക്കാണ് കേട്ടോ. ധീവര വിഭാഗത്തിൽ പെടുന്നവർക്ക് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ, സ്ത്രീകൾക്ക് എഴുതാൻ പറ്റുള്ളൂ, പത്തനംതിട്ട ജില്ലയായിരിക്കണം. പത്തനംതിട്ട ജില്ലയാണ് അപേക്ഷിക്കാൻ പറ്റുന്ന ജില്ല. ധീവര കമ്മ്യൂണിറ്റി ആയിരിക്കണം. കാറ്റഗറി നമ്പർ വരുന്നത് 343/2025 ആണ്. ഒക്ടോബർ 3 ആണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 3 തന്നെയാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ വീണ്ടും വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ തന്നെയാണ്. അത് വിശ്വകർമ്മ കാറ്റഗറിയിൽ പെട്ടവർക്കാണ്. കോട്ടയം, കണ്ണൂർ ജില്ലകളിലാണ് ഒഴിവ് നിലവിലുള്ളത്. കാറ്റഗറി നമ്പർ വരുന്നത് 344/2025 ആണ്. അവിടെയും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 3 ആണ് എന്ന് ഓർത്തുകൊള്ളുക. അടുത്തത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ ആണ്. കാസർഗോഡ് ജില്ലയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 345/2025 എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഒക്ടോബർ 3 ആണ് അവസാനത്തെ തീയതി എന്ന് പറയുന്നത്. അപ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ. കാസർഗോഡ് ജില്ലയിലേക്കാണ്. അടുത്തത് വീണ്ടും SCCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റിയിൽ പെട്ടവർക്ക് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ. അപ്പോൾ അവിടെ സ്ത്രീകൾക്കാണ് പറ്റുന്നത്. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലേക്ക് WCEO വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്ക് NCA നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 346/2025 ആണ് അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അവിടെയും ഒക്ടോബർ 3 തന്നെയാണ് അപേക്ഷാ തീയതി, അവസാന തീയതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വീണ്ടും നമ്മൾ പറഞ്ഞു ഹിന്ദു നാടാർ സമുദായക്കാർക്ക്, ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റ് വീണ്ടും വിളിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലേക്കാണ് കേട്ടോ. കൊല്ലം ജില്ലയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 347/2025 ആണ്. അവിടെയും അവസാന തീയതി ഒക്ടോബർ 3 ആണ്. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾക്ക് ഒക്ടോബർ 3 ആണ് അവസാന തീയതി. അതിൽ പല ജില്ലകളിലും വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ വിളിച്ചിട്ടുണ്ട്, സിവിൽ എക്സൈസ് ഓഫീസർ വിളിച്ചിട്ടുണ്ട്. കേരള പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയനിൽ പോലീസ് കോൺസ്റ്റബിൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതത് കമ്മ്യൂണിറ്റിയിൽ പെട്ടവരെ നിങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ അക്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതാണോ ജില്ല ആ ജില്ലയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് അപേക്ഷിക്കുക, പഠിച്ചു തുടങ്ങിക്കൊള്ളുക. ഓക്കെ, അടുത്തതാണ് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്നത്. അതും സ്ത്രീകൾക്കാണ് മികച്ച അവസരം എന്ന് പറയുന്നത്. SC കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണെന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ കാറ്റഗറി നമ്പർ 375/2025 ആണ്. ഇതിന് മാത്രം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 15 ആണ്. ബാക്കിയുള്ളതിനെല്ലാം ഒക്ടോബർ 3 ആണ്. വിമൻ
ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ എക്സാം മാത്രം, അത് SC കാറ്റഗറി ഫോർ കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ്. അതിന് മാത്രം ഒക്ടോബർ 15 അവസാന തീയതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് നമ്മുടെ PSC എന്താണ് ഫോഴ്സ് ലെവൽ പരീക്ഷയുടെ NCA നോട്ടിഫിക്കേഷൻസ് ഈ ഒരു കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ മാസത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒക്ടോബർ 3 ഒക്ടോബർ 15 ഇതിൻ്റെ അപേക്ഷാ തീയതി അവസാനിക്കുകയാണ്. മെജോറിറ്റിയും ഒക്ടോബർ 3 ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത്. അപ്പോൾ NCA നോട്ടിഫിക്കേഷൻ ആണെന്ന് പിന്നെയും പറയുന്നു. നിങ്ങൾ ഇനി സംശയപ്പെട്ട് ചോദിക്കല് പിന്നെയും വന്നോ, വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നോ എന്ന് ചോദിക്കരുത്. ഇത് ഫേക്ക് അല്ല, കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതത് കാറ്റഗറി നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ധീവര, വിശ്വകർമ്മ, അതുപോലെ SCCC, ഹിന്ദു നാടാർ, മുസ്ലിം, വിശ്വകർമ്മ സമുദായക്കാർക്ക് വേണ്ടിയിട്ടാണ്, ധീവര പോലുള്ള കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ ലാറ്റിൻ കാത്തലിക്, ആംഗ്ലോ ഇന്ത്യൻ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള NCA നോട്ടിഫിക്കേഷനുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ, കമ്മ്യൂണിറ്റി റിസർവേഷൻ അർഹതപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫൈലിൽ വിസിറ്റ് ചെയ്യുക. ഇപ്പം തന്നെ അപേക്ഷിച്ചു കൊള്ളുക, കൃത്യമായിട്ട് പഠിച്ചു കൊള്ളുക. ഓരോ അവസരങ്ങളും നമുക്ക് ചെറുതല്ല, നമ്മുടെ അവസരങ്ങൾ നമ്മളായിട്ട് നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാത്തിനും വേണ്ടി ഊർജിതമായിട്ട് തന്നെ നിങ്ങൾ പരിശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.